മീറ്റ് ദി ലെൻസ് ചാനലിൻ്റെ കാർഷിക ചോദ്യോത്തര പരിപാടിയിൽ വന്ന ഒരു വലിയ ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. രാജൻപിള്ള എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്: കൃത്യമായി ജൈവവളവും രാസവളവും ഉപ്പും കൊടുത്തു, തേങ്ങയുടെ എണ്ണം കൂടി, പക്ഷെ വലിപ്പം കുറഞ്ഞുപോയി. ഒരു കൊലയിൽ 14 തേങ്ങ ഉണ്ടായിരുന്ന വളം പ്രയോഗിച്ചപ്പോൾ 27 വരെ കിട്ടി. തൂക്കവും കുറഞ്ഞുപോയി. 600 ഗ്രാം ഉണ്ടായിരുന്നത് 350 ഗ്രാമായി കുറഞ്ഞുപോയി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ തെങ്ങിന് മാസം തോറും കൂമ്പ് വരും. 12 മാസം 12 കൂമ്പ്. അങ്ങനെയാണെങ്കിൽ 27 ഗുണം 12 എന്ന് പറയുമ്പം 324 തേങ്ങ കിട്ടിയത് ഒരു സർവകാല റെക്കോർഡാണ്. ഏറ്റവും മികച്ച ഒരു തെങ്ങാണിത്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു തെങ്ങിന് നമ്മുടെ നാട്ടിലെ നമ്മുടെ പല ഗവേഷണ സ്ഥാപനങ്ങളിലും ഇറക്കിയിട്ടുള്ള തെങ്ങുകളൊക്കെ പരമാവധി 120 തേങ്ങയൊക്കെയാണ് ഒരു വർഷം കിട്ടുക എന്ന് പറഞ്ഞത്, ഏറ്റവും മുന്തിയ ഇനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിൽ ഏറെ തേങ്ങ കിട്ടിയ ഒരു തെങ്ങാണ്. അപ്പോൾ ഈ തെങ്ങിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ വളമല്ല കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ നിരവധി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ ഉത്തരവും പരിഹാരവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വിശദമായ വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്, എല്ലാവരും കയറി കാണണം. അപ്പോൾ ഈ ചോദ്യോത്തര പങ്ക്തി കാർഷിക പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് 3ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ എല്ലാ എപ്പിസോഡും ഓരോന്നായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ പലവിധ സംശയങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ഈ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഈ കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു ചാനൽ നിലയ്ക്ക് കൃഷിയെ സ്നേഹിക്കുന്നവരും കർഷകരും തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പം വീഡിയോകളൊക്കെ കയറി കാണുക. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഉണ്ട്, ഓരോന്നിൻ്റെയും ഫുൾ വീഡിയോ ഉണ്ട്. പല വിളകളുടെയും വീഡിയോകളുണ്ട്. തെങ്ങിനെക്കുറിച്ചും കമുകിനെക്കുറിച്ചും അത് കുരുമുളകിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു നിരവധി വീഡിയോകളുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് കയറി കാണുക. അതുപോലെ കണ്ടാൽ മാത്രം പോരാ, അതൊന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്.